സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചാണ് കൂടുതലും വന്നേക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഇതാണ് അല്ലെ, വിശ്വാസത്തിന്റെ ഒരു ഇതാണ്. പക്ഷെ പറയുന്ന കാര്യം അവിടെ ഓരോ വേഷങ്ങളിലൂടെയൊക്കെ ആൾക്കാർ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ ഒരു ഫാഷൻ ഷോ നടക്കുന്നില്ല. നമുക്ക് നോക്കാം. കുറച്ച് പേര് അന്ന രാജൻ എന്ന് പറഞ്ഞ സിനിമാ നടിയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വേഷവിധാനം അല്ലെ, ശരിക്കും ബോഡി എക്സ്പോസ് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ, അത് മറ്റുള്ളവർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല. അറിയുന്നുണ്ടോ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയക്കാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇത് കണ്ടുപിടിക്കാം. മനുഷ്യന്റെ ക്ലീവേജ്, ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ക്ലീവേജോ അല്ലെങ്കിൽ വൃത്തികെട്ട പോർഷൻ, ശരീരത്തിന്റെ ആ പോർഷൻ എടുത്ത് ചിത്രീകരിച്ച് വിറ്റ് കാശാക്കാൻ ചെറ്റത്തരം കാണിക്കുന്ന കുറേ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. നമുക്ക് നോക്കാം അന്നരാജൻ എന്താ ചെയ്യുന്നത്. സാരിയൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. വിഷ്വല് കണ്ടു കാണും, കാരണം കണ്ടില്ല അന്നരാജന്റെ ഒരു വേഷവിധാനങ്ങളൊക്കെ. എന്താ നമ്മളിപ്പോ ഒരുപാട് ഉദ്ഘാടനങ്ങളില്ല അപ്പൊ കുട്ടിയെ കാണുന്നത്. ഇതുപോലത്തെ വേഷം ആളുകളെ വശീകരിക്കുക, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നോക്കാൻ, അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ചർച്ചകളിലേക്ക് എത്തിക്കുക. ഫുൾ വൾഗറായിട്ടുള്ള വേഷവിധാനങ്ങളാണ് പുള്ളിക്കാരി ഉദ്ഘാടനങ്ങൾക്കെല്ലാം ചെയ്യുന്നത്. അതുപോലെ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കും അതുപോലെ വന്നു. ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ സാരി ഉടുക്കുകയും സംഭവം ചെയ്യുന്നതും ഒക്കെ. അത്ര വൃത്തികെട്ട രീതിയിലാണ്. പക്ഷെ അത് ചിത്രീകരിക്കാനും കുറെ വൃത്തികെട്ട മനസ്സോന്റെ ഉടമകളായിട്ടുള്ള യൂട്യൂബർമാർ ഇതിനു വേണ്ടി പോവുകയും ചെയ്യുന്നു. ഇത്രയും വൃത്തികളായിട്ട് അവർ ചിത്രീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിവേദിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ ഞാൻ കാണിക്കരുത്. നിവേദിതയുടെയും പുറകെ ഇവന്മാർ പോയി. ഈ നിവേദിത മോളുടെയൊക്കെ എന്നാ പറയണ്ട, ചെറിയ കൊച്ചാണ്. കുട്ടിയുടെയൊക്കെ ചേരുന്ന വേഷങ്ങൾ അല്ലെ കൊടുക്കാതെ ഇതുപോലത്തെ വേഷങ്ങളൊക്കെ ധരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്നുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തെ, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ ശരീരം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളാണ് കൂടുതലും ധരിപ്പിക്കുന്നത്. ആ കുട്ടിയുടെ ഇത് എന്താ പറയണ്ടേ, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ എടുക്കുന്ന കണ്ടിട്ട് അതിന്റെ അമ്മ അതിനൊരു തോർത്ത് വരെ കൊടുക്കേണ്ടി വന്നു. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് നിവേദിത മോളുടെ അതൊന്ന് കാണാം, നിവേദിതയുടെ കുട്ടിയുടെ ഒന്ന് കാണാം വിഷ്വൽസ്. എന്താണല്ലേ, കുറച്ച് പേരുടെയും കൂടെ വിഷ്വൽസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് വിഷ്വൽസും കൂടെ കാണിച്ചു തരാം. കുറച്ച് പേരും കൂടെ നിങ്ങൾ കാണും. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞൊരു വിശ്വാസമാണ് അല്ലേ. ആ വിശ്വാസത്തിന് അവിടെ എത്തുന്ന ഒരു കേരള സ്റ്റൈലിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തു വരും. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കുറേ അധികം ആളുകൾ, സെലിബ്രിറ്റീസ് വരുന്നത്. അത് ആളുകളുടെ തെറ്റായ ഒരു തെറ്റായ രീതി നോക്കാനും കാണാനും ചിത്രീകരിക്കാനും ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുണ്ട്. ആരുടെയും പേര് എടുത്ത് ഞാൻ പറയുന്നത്, ഒത്തിരി ചാനലുകളുണ്ട് വൃത്തികെട്ട രീതിയിലുള്ള. ഇതെടുത്ത് അവർ സോഷ്യൽ മീഡിയ ഇടുമ്പോൾ ലക്ഷക്കണക്കിന് വ്യൂ കിട്ടും, ക്യാഷ് കിട്ടും. എന്തിനാണ് മറ്റുള്ള ഒരു സ്ത്രീയുടെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നത്? നിങ്ങൾ സ്ത്രീകളായ നിങ്ങളും ചിന്തിക്കണം. തെറ്റായ രീതി ഇതുപോലെ വസ്ത്രങ്ങൾ ധരിച്ചു വരരുത്. വസ്ത്രം ധരിച്ചു വരുന്നതിന് യാതൊരു തെറ്റുമില്ല. അതിലെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയേക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മളെ തന്നെ ശ്രദ്ധിക്കുക അല്ലേ. നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചെങ്കിൽ കുറേ വ്യത്യാസമുണ്ട്. കുറേ പേര് വരുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അല്ലേ. മറ്റു മതസ്ഥിലുള്ളവർ വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്ന് ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയ എല്ലാവരും പൊങ്കാല തന്നെ മേടിക്കുന്നുമുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും ആരതി കൃഷ്ണനെ കുറിച്ച് കൂടുതൽ എല്ലാവർക്കും അറിയായിരിക്കും. ആരതി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡറാണ് അല്ലേ. ഈ അടുത്ത കാലത്ത് ആ പെൺകുട്ടിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ബ്ലെയിമിങ് ഉണ്ടായി. കാരണം ബ്ലെയിമിങ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു വേഷം ധരിച്ചിട്ട് ബോഡി എന്താ പറയണ്ടേ, ഒരു ഉദ്ഘാടന സമയത്ത് അവർ ഒരു ഷോ നടത്തി. അത് ആ സംഘാടകർ കൊടുത്ത ഡ്രസ്സാണ് ആ പെൺകുട്ടി ഇട്ടത്. പെൺകുട്ടി പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ആ പെൺകുട്ടി പറയുന്നത് നോക്കാം. മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നമുക്ക് ഒരേ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഒരു സ്ലിറ്റ് ഉണ്ടെങ്കിൽ സ്ലിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്ക് നമ്മളൊന്ന് കുനിയോ തിരിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടേക്ക് പോകണമെന്ന് ചിന്തിക്കണം. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്ന ചില സമയങ്ങളുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാര്, മറ്റുള്ളവര്, അല്ല ആരുടെയെങ്കിലും, എന്റെയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെയോ ആരുടെ ആയിക്കോട്ടെ, അവരുടെ വീട്ടുകാർ ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ഇതുപോലത്തെ കുറേ ബ്ലോഗർമാരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ തെറ്റായ രീതിയിൽ അവരുടെ ബോഡിയെ പ്രദർശിപ്പിക്കുകയാണ്. കാരണം ആ പെൺകുട്ടി അറിയാതെ സംഭവിച്ചു പോയാണ്. അവരുടെ ഒരു ബോഡി ബിൽഡിങ് ഷോയിൽ അവർ കൊടുത്ത ഡ്രസ്സ് ഇട്ടു, എന്നിട്ട് അതിനകത്തോട് കൂടിയിട്ട് തെറ്റായ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കി. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ തെറ്റായി കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പൈസയൊന്നും ഒന്നിനും കൊള്ളൂല മക്കളെ. ഈ തെറ്റായ വീഡിയോ ഒരുപാടുണ്ട്. ഈ സോഷ്യൽ മീഡിയ റീച്ച് കിട്ടാൻ ഇതുപോലെ നിരവധിയായ പെൺകുട്ടികളുടെയും അമ്മമാരുടെയും എല്ലാവരുടെയും ഈ തെറ്റായ രീതിയിലുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഒട്ടുമിക്ക ചാനലുകാരും പങ്കുവെക്കുന്നത്. ഇതിനു വേണ്ടി തന്നെ ഒരു കൂട്ടമുണ്ട്. ഇതുപോലെ ആറ്റുപാൽ പൊങ്കാലയ്ക്ക് ഇതുപോലെ പോവുക, അവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് പോയി. അവരെല്ലാം ചെയ്യുന്നത് ഇത് ചിത്രീകരിക്കുക, എന്നിട്ട് യൂട്യൂബിൽ പ്രദർശിപ്പിക്കുക, പൈസ ഉണ്ടാക്കുക, ഇതന്നെ പരിപാടി. എന്തിൻ്റെ ആവശ്യം എന്ന് ആലോചിച്ച് നോക്കണം. ഒരു സാമാന്യ മര്യാദയ്ക്ക് നന്നായി ജീവിക്കുന്ന ഒരു കുഴപ്പത്തിനും പോകാത്ത ഇതുപോലത്തെ ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ തെറ്റായ രീതിയിലുള്ള വീഡിയോസ് എടുത്ത് അവരെ നാറ്റിക്കുന്ന, അവരുടെ കുടുംബങ്ങളെ നാറ്റിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തികളെ, ചിലപ്പോൾ അവർക്ക് മക്കളുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, അല്ലെ, വീട്ടുകാരുണ്ട്, അല്ല, ഒരുപാട് പേരുണ്ടല്ലോ, അവരെയൊക്കെ ഇങ്ങനെ നാറ്റിച്ച് വിടുന്നതിൻ്റെ വല്ല കാര്യമുണ്ടോ? അടുത്ത കാലത്തായി തുടങ്ങിയ വലിയൊരു പ്രവണതയാണ് എന്ന് വെച്ചാൽ ഈ തെറ്റായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുക. ഉദ്ഘാടനമായാലും സിനിമയായാലും സിനിമയുടെ പ്രൊമോഷൻ, അതുകൊണ്ട് അവർക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. സ്ത്രീകളായ ചേച്ചിമാരായാലും അമ്മമാരായാലും പെങ്ങന്മാരായാലും ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ പ്രദർശന വസ്തുവാക്കി നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടുന്നു? ചിലപ്പോൾ സിനിമയെ എൻട്രി കിട്ടാൻ വേണ്ടിയുള്ള, അതുകൊണ്ടൊക്കെ എന്നിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറയും ഞങ്ങളുടെ ശരീരത്തെ അവർ തെറ്റായ രീതിയിൽ എക്സ്പോസ് ചെയ്തു. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വളവാവുകയാണ്, അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട് ഇതുപോലെ വേഷം ധരിക്കുന്നവരും, ഇതുപോലെ എന്നാ പറയണ്ടേ, ഓവർ എക്സ്പോസ് ചെയ്തവ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മുടെ ശരീരത്തെ തുറന്ന് കാണിച്ചുകൊണ്ട് വേഷവിധാനം ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ പുറകെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കുറേ ആണുങ്ങൾ അല്ലെങ്കിൽ കുറേ യൂട്യൂബർമാർ പുറകെ വന്ന് ഈ വീഡിയോ പിടിച്ച് അത് അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വർത്താനം, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒളിക്യാമറ വെച്ച് വരെ ഇമാർ പിടിക്കും, എന്നിട്ട് ലക്ഷങ്ങളുണ്ടാക്കും. നിങ്ങൾ അവനവനെ ശ്രദ്ധിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അന്നാരാജനൊക്കെ അത് പേരെടുക്കാൻ വേണ്ടി വന്നതാണ്. അന്നാരാജനും കുറച്ചധികം ഒത്തിരി സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട്. അത് അവരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കി വരുന്നതാണ്. ഏതായാലും മറ്റൊരു വീഡിയോ കണ്ടുപിട്ടാം. ഓക്കെ, ബൈ.